ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. 88 വയസ്സായിരുന്നു. വത്തിക്കാനിലെ വസതിയിൽ പ്രാദേശിക സമയം ഇന്ന് പുലർച്ചെ 7:35 വിയോഗം. ലാറ്റിൻ അമേരിക്കയിൽ നിന്നുമുള്ള ആദ്യ മാർപ്പാപ്പയായ അദ്ദേഹം 2013 സ്ഥാനമേറ്റത്. 1969 പൌരോഹിത്യം സ്വീകരിച്ച അദ്ദേഹം 98 ആർച്ച് ബിഷപ്പും 2001 കർദിനാളുമായി. 2013 കത്തോലിക്ക സഭയുടെ 266ാമത്തെ മാർപ്പാപ്പയായി സ്ഥാനമേറ്റ അദ്ദേഹം കത്തോലിക്ക സഭയുടെ നവീകരണത്തിന് മുൻകൈയെടുക്കുകയും പാവങ്ങളുടെ ശബ്ദം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തി. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ജനങ്ങൾ കാരുണ്യത്തിന്റെയും എളിമയുടെയും ആത്മീയതയുടെയും വെളിച്ചമായി ഫ്രാൻസിസ് മാർപ്പാപ്പയെ എല്ലായ്പ്പോഴും സ്മരിക്കുമെന്ന് പ്രധാനമന്ത്രി അനുശോചന സന്ദേശത്തിൽ കുറിച്ചു. പോപ്പ് ഫ്രാൻസിസ് അനുകമ്പയുടെ ദീപസ്തംഭമായിരുന്നുവെന്നും പാവപ്പെട്ടവരോടും അടിച്ചമർത്തപ്പെട്ടവരോടും അദ്ദേഹം എന്നും കരുണയും അനുകമ്പയും പുലർത്തിയിരുന്നുവെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മനുഷ്യസ്നേഹത്തിന്റെയും ലോകസമാധാനത്തിന്റെയും മഹത്തായ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി വ്യക്തിജീവിതവും വൈദിക ജീവിതവും ഒരുപോലെ സമർപ്പിച്ച മാതൃകാ വ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. പ്രതിപക്ഷ നേതാവ്, നിയമസഭാ സ്പീക്കർ, മന്ത്രിമാർ തുടങ്ങിയവരും അനുശോചനം രേഖപ്പെടുത്തി. പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ വെല്ലുവിളികൾക്കിടയിലും ജനപിന്തുണയോടെ സംസ്ഥാനത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ സർക്കാരിന് കഴിഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കാസർകോട് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. എന്റെ കേരളം പ്രദർശന വിപണനമേളയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷമായ എന്റെ കേരളം പ്രദർശന വിപണനമേളയ്ക്ക് നാളെ തിരിതെളിയും. പരിപാടിയുടെ ഭാഗമായി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗം രാവിലെ കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ നടക്കും. ചടങ്ങിൽ പരൂർക്കുന്ന് പുനരധിവാസ മേഖലയിൽ പട്ടികവർഗ വികസന വകുപ്പ് ഭൂരഹിതരായ 123 പട്ടികവർഗ കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ മുഖ്യമന്ത്രി കൈമാറും. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ യുവജനങ്ങളുമായുള്ള മുഖാമുഖം പരിപാടി മെയ് 3 രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ നടക്കും. 2000-ലേറെ യുവജന പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കും. ട്രാവൻകൂർ റയോൺസ് ഭൂമിയിൽ ഇലക്ട്രോണിക് പാർക്ക് ഉൾപ്പെടെയുള്ള വ്യവസായങ്ങൾ വരുന്നതോടെ പെരുമ്പാവൂരിന്റെ മാത്രമല്ല കേരളത്തിന്റെ തന്നെ മുഖച്ഛായ മാറുമെന്ന് മന്ത്രി പി രാജീവ്. കിൻഫ്ര ഏറ്റെടുത്ത പദ്ധതി പ്രദേശം സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. പാരിസ്ഥിതിക മലിനീകരണങ്ങളില്ലാത്ത ആധുനിക രീതിയിലുള്ള വ്യവസായങ്ങളായിരിക്കും പ്രദേശത്ത് ആരംഭിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. ആകെയുള്ള 68 ഏക്കർ ഭൂമിയിൽ 30 ഏക്കറാണ് നിലവിൽ കിൻഫ്രയ്ക്ക് കൈമാറിയിട്ടുള്ളത്. എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റിന് വിവരാവകാശ നിയമം ബാധകമെന്ന് വിവരാവകാശ കമ്മീഷൻ. എയ്ഡഡ് സ്കൂളിലെ നിയമനത്തിന് അംഗീകാരം നൽകുന്നത് ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറാണ്. നിയമനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ചു നൽകേണ്ട ബാധ്യത റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർക്കുണ്ടെന്നും കമ്മീഷൻ പറഞ്ഞു. കേരളത്തിലെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രമം പദ്ധതിയിലൂടെ ഫണ്ട് കണ്ടെത്തുന്നതായി മന്ത്രി വി അബ്ദുറഹ്മാൻ. 60% തുക കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുമാണ് പദ്ധതികളിൽ വിനിയോഗിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ ഉളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച 6 അഡീഷണൽ ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ ലഹരിമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് തിരുവനന്തപുരം ജില്ലയിലെ 10 വിദ്യാലയങ്ങളിൽ സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ പരിശീലന ക്യാമ്പുകൾക്ക് തുടക്കമായി. തൈക്കാട് ഗവൺമെന്റ് മോഡൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സഹകരണ എക്സ്പോയുടെ 3ാം പതിപ്പിന് തിരുവനന്തപുരത്ത് കനകക്കുന്നിൽ തുടക്കമായി. 10 ദിവസം നീണ്ടുനിൽക്കുന്ന പ്രദർശന വിപണന മേളയുടെ ഔപചാരിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ നിർവഹിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 855 പോയിന്റ് നേട്ടത്തിൽ 79,409-ലും നിഫ്റ്റി 274 പോയിന്റ് നേട്ടത്തിൽ 24,126-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ വൻകുതിപ്പ്. ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 9,015 രൂപയും പവന് 72,720 രൂപയുമാണ് ഇന്നത്തെ വില. ഐപിഎൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഗുജറാത്ത് 14 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിന് 129 റൺസ് എടുത്തിട്ടുണ്ട്. ഭുവനേശ്വറിൽ നടക്കുന്ന സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഗോകുലം കേരളയ്ക്ക് തോൽവി. ഇന്ന് നടന്ന മത്സരത്തിൽ എഫ്സി ഗോവ എതിരില്ലാത്ത 3 ഗോളിനാണ് ഗോകുലത്തെ പരാജയപ്പെടുത്തിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.